ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് സ്റ്റോറി അല്ല, ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ്, ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗ് വഴി എല്ലാം കൂടി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ സിസ്റ്ററിലോ, അതായത് ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ, ആളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് പോവാണ് ഖത്തറിൽ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മിനി ഷോപ്പിംഗ് വ്ളോഗാണ്. ഞങ്ങളപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഞങ്ങൾ വീട്ടിൽ കയറി ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. പെട്ടിയൊക്കെ വാങ്ങിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ നമ്മളിവിടെ പോവാം ഷോപ്പിങ്ങിന് പോവാം കേട്ടോ. അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു പരിപാടിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. തലേ ദിവസം എനിക്ക് ഭയങ്കര ഹെക്റ്റിക് വർക്കായിരുന്നു. ഞാൻ കിടന്നപ്പോൾ തന്നെ ഒരു 12 മണി കഴിഞ്ഞു. എന്നിട്ട് ഞാൻ രാവിലെ ഒരു 5 മണിയായപ്പോൾ എഴുന്നേറ്റ് ഞാൻ രാവിലെ മുഖമൊക്കെ കഴുകി. ലേറ്റായാൽ നമ്മൾ ഇത് വരാനും ലേറ്റാവും. അതുകൊണ്ട് കാരണം ഒരുപാട് കടകളിലൊക്കെ കയറേണ്ടി വരും എന്ന് എനിക്കറിയാം. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെ ആണല്ലോ. അപ്പോൾ ഇത് വീഡിയോ എടുത്തപ്പോൾ പകുതി മാത്രമേ കിട്ടിയുള്ളൂ. അത് ഞാൻ ഇടണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അങ്ങനെ ഇട്ടു. കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. രാവിലെ ഞാൻ എന്നും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും കേട്ടോ. നല്ലതാണ് നമ്മൾ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതെന്ന് പണ്ട് എൻ്റെ വലിയമ്മച്ചി പറഞ്ഞു തന്നതാണ്. അത് ഞാൻ ഇപ്പോഴും പാലിച്ചു പോകുന്നുണ്ട്. ഒറ്റ ഗ്ലാസ് വെള്ളം കുടിക്കും. ചിലപ്പം നമുക്കിങ്ങനെ ഛർദ്ദിക്കാനൊക്കെ വരും, എന്നാൽ ഞാൻ കുടിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി രാവിലെ തിരിയൊക്കെ കത്തിച്ച്. സൺഡേ ആണിത്. അപ്പോൾ സൺഡേയിൽ പള്ളിയിൽ പോകാൻ നമുക്ക് സമയമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് സൺഡേയിൽ പള്ളിയിൽ പോയില്ലെങ്കിൽ. നമുക്ക് കടമുള്ള ദിവസമാണ് സൺഡേ എന്നാണ് ബൈബിളിൽ പറയുന്നത്. അന്നത്തെ ദിവസം നമ്മൾ വേറെ പരിപാടികളൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ ഞങ്ങൾ പള്ളിയിലൊന്നും പോയില്ല. ലേറ്റാവും പള്ളിയിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക്. ഒത്തിരി രാത്രിയാവും നമ്മൾ തിരിച്ചു വരുമ്പോൾ. അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഞാനെന്നാൽ രാവിലെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കഥ എഴുതാനും പിന്നെ റെക്കോർഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് കയറി പോയതാണ്. കാരണം നിങ്ങൾ സൺഡേയിൽ ഒരു സ്റ്റോറി വേണം എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഞാനത് പെട്ടെന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഒപ്പം തന്നെ എനിക്ക് കഥ ഒന്ന് നോക്കണമായിരുന്നു. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന കഥ ഇങ്ങനെ അതിനകത്ത് ഞാൻ ഓരോ ദിവസത്തെ ത്രെഡ് ഇങ്ങനെ എഴുതി വെക്കും, പിറ്റേ ദിവസത്തെ പാർട്ടിൻ്റെ. അതൊന്ന് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ പിള്ളേർ രണ്ടും നല്ല ഉറക്കമാണ് കേട്ടോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല വെച്ചിട്ട് അങ്ങോട്ട് തന്നെ തിരിഞ്ഞ് കിടന്നിട്ട് ഒരേ പൊസിഷനിൽ കിടന്നുറങ്ങുന്നു. പിന്നെ ഞങ്ങൾ രാവിലെ, എനിക്ക് തിരക്കായതുകൊണ്ട് അച്ചാച്ചൻ രാവിലെ ചായ ഇട്ടു. പുള്ളി ഒട്ടുമിക്ക ദിവസവും ഞായറാഴ്ച ദിവസം പുള്ളി ഇടുന്ന ചായയാണ് ഇഷ്ടം. കാരണം നല്ലതായിട്ട് പുള്ളി ചായ ഇടുവേ. അതല്ലാത്ത ദിവസങ്ങളിലൊന്നും കിട്ടില്ലല്ലോ, ഞായറാഴ്ച മാത്രമേ കിട്ടൂ. അപ്പോൾ ഞാൻ ചായയൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ എന്തോ പറഞ്ഞു, എന്താണെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ അതേ കൊച്ചിനെയൊക്കെ എടുത്തുകൊണ്ട് ആൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞുണർന്നായിരുന്നു. മൂത്ത ആളുണർന്നില്ല, അവളുണർന്നപ്പോൾ അവളെ കുറേ നേരം ഇങ്ങനെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അച്ചാച്ചൻ. ഞാനപ്പോൾ അതേ അടുത്തിരുന്നിട്ട് ചായയൊക്കെ കുടിക്കുന്നു. അവളപ്പോൾ ഞാൻ ക്യാമറ ഇങ്ങനെ പൊക്കി അവിടെ വെച്ചിരിക്കുകയാണ് ഫോണിലെ. അപ്പോൾ അതിൽ മിക്കി മൗസിൻ്റെ ഒരു ബാക്ക് കവറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അവളത് കണ്ടിട്ട് അങ്ങോട്ട് നോക്കുകയാണ്. അച്ചാച്ചൻ അതിനെ അല്ലാണ്ട് അവളെ ഇങ്ങനെ കൊഞ്ചിക്കുകയാണ്. അപ്പോൾ കൈകൊട്ടി കാണിക്കുന്നു, സ്നേഹപ്രകടനം കാണിക്കുന്നു, ഭയങ്കര എന്തൊക്കെ കാണിച്ചാലും ലാസ്റ്റിൽ അവൾ നോക്കുന്നത് ആ മിക്കിയുടെ കവറിലേക്കാണ്. അതെന്തിനാ അങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നതെന്നുള്ള രീതിയിൽ ഇങ്ങനെ ആൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കത് കണ്ടിട്ട് ചിരി വന്നു. ഞാനപ്പോൾ അത് പറയുന്നുണ്ട്, അവൾ അതിലോട്ടാണ് നോക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്നേരം ഇടയ്ക്ക് ശ്രദ്ധ മാറിയിട്ട് വീണ്ടും കൈകൂട്ടിയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം എന്നൊക്കെ പറഞ്ഞ് ഫുള്ള് ഞങ്ങൾ ക്ലീനിങ് ആണ്. അതിനിടയ്ക്കാണ് ഞാൻ കുറുക്ക് കൊണ്ടുവന്ന് വെച്ചത്. അത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കുറുക്ക് കൊടുക്കുകയാണ്. നമുക്ക് പുറത്തു നിന്നൊക്കെ കഴിക്കാം, പക്ഷേ കുഞ്ഞിനൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ അവൾക്ക് പെട്ടെന്ന് കുറുക്ക് കൊടുത്തിട്ട് വയറ് നിറച്ചങ്ങ് ഇരുത്താമെന്ന് വിചാരിച്ചു. നമ്മൾ പുറത്തു നിന്നാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അവൾക്ക് രാവിലെ വയറൊക്കെ നിറച്ചു. അത് കഴിഞ്ഞ് ഞാൻ അവളെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞിനെ ഒരുക്കി കിടത്തി ഉറക്കി. പിന്നെ ഞങ്ങൾ ഒരുങ്ങാൻ തുടങ്ങി. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി. അപ്പം ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുത്ത് തരുമോ എന്ന് ഇങ്ങനെ അച്ചാച്ചനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്നിട്ട് പോകാനുള്ള
തയ്യാറെടുപ്പിലായി. അപ്പോൾ അവളിത് വന്നിട്ട് ഹലോ ഗൈസ് എന്നൊക്കെ പറയുകയാണ്. ഞങ്ങളങ്ങനെ ഫൈനലി ചേച്ചിയുടെ വീട്ടിലെത്തി കേട്ടോ. അവിടെ അവരുടെ ആ വീടിൻ്റെ അടുത്ത് നല്ല മാങ്ങ നിൽക്കുന്നത് കണ്ടു. ഞാനപ്പോൾ അതിങ്ങനെ എടുക്കുകയായിരുന്നു. ഇതാട്ടോ ചേച്ചിയുടെ വീട്. ചേച്ചീനെ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ, ആൾക്ക് കംഫർട്ടബിൾ അല്ല വീഡിയോയിൽ വരാൻ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ പിള്ളേർ കൊച്ചിനെ ഏറ്റെടുത്തേ. പിന്നെ ചേച്ചിയുടെ ചെടിയുടെ കളക്ഷനാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇതൊക്കെ എടുത്ത് വീഡിയോ ഇടുകയെന്ന് പറഞ്ഞ്. പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെടിയൊക്കെ വച്ച് റെഡിയാക്കുന്നത്. ആളും ഞാനും തമ്മിലൊരു നാത്തൂന്മാർ അങ്ങനെയുള്ളൊരു റിലേഷനല്ല കേട്ടോ, ഭയങ്കര കൂട്ടുകാരെ പോലെയാണ്. അപ്പം നമുക്ക് ഭയങ്കര സ്പേസ് ഉള്ള ഒരാളാണ്. അപ്പം ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയൊക്കെ അങ്ങനെ സാധാരണ ഒരു റിലേഷനല്ല. അപ്പം നമ്മൾ പരിപ്പുവടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് അവരുടെ അടുത്ത് പൈനാപ്പിൾ തോട്ടമാണ്, അതിങ്ങനെ ഞാൻ കാണിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ പായിപ്പാടെത്തി, അതായത് അച്ചാച്ചൻ്റെ വീട്ടിൽ കേട്ടോ. എനിക്ക് ഈ വഴിയിൽ ഇങ്ങനെ വരുമ്പോൾ ആദ്യമായിട്ട് കല്യാണത്തിന് ഇതിലെ വന്നൊരു ഓർമ്മയൊക്കെയാണ്. അങ്ങനെ ആ ഒരു ചിന്തയാണ് വരുന്നത്. ആദ്യമായിട്ട് കാറിലിങ്ങനെ ഇവരുടെ വീട് ഏതാ എന്നൊക്കെ അറിയാണ്ടിങ്ങനെ വന്നില്ലേ, ആ ഒരു ചിന്തയാണ്. അങ്ങനെ ഞങ്ങളിതേ വന്നപ്പോൾ മോള് ആൻഡ്രിയ എന്നാണ് ഇവളുടെ പേര്, എൻ്റെ മോളെന്ന് വിളിക്കുക. അവളിതേ കുഞ്ഞിനെ കയ്യിൽ താത്തിട്ടില്ല, അതുപോലെ എടുത്തുകൊണ്ട് നടക്കുക. ഞങ്ങളുടെ അടുത്തുള്ളൊരു ഹോട്ടലാണ്, ഞങ്ങൾ മിക്കപ്പോഴും കയറുന്നതാണ് സ്ഥിരമായിട്ട്, കുടുംബശ്രീയുടെ ഹോട്ടൽ. അപ്പോൾ അവിടെ പോയിട്ട് ചൂടോട് നല്ല ദോശയും ചമ്മന്തിയും കഴിച്ചു. അപ്പോൾ മോളെ അവർക്ക് എല്ലാവർക്കും ഭയങ്കര പരിചയമാണ്. അപ്പോൾ ആ ചേച്ചിമാരിങ്ങനെ അവളെ വിളിച്ച് അടുക്കളയിലോട്ടൊക്കെ കൊണ്ടുപോയി. ഞാനപ്പോൾ അവിടുന്ന് ക്യൂട്ടൊരു പാത്രത്തിൻ്റെ ഇതെടുത്തു. അവിടെ അടുക്കളയിൽ പോയി നിൽക്കുന്നതുണ്ടോ. അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെയൊക്കെ പള്ളിയിലെത്തി. അവർ കുർബാന കഴിഞ്ഞിട്ട് വരുമെന്നായിരുന്നു പറഞ്ഞ സമയമുണ്ടല്ലോ. അപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ അവിടെ അടുത്ത് നല്ല മാങ്ങ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുന്നു. ഞാനപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്താണ്. അങ്ങനെ വണ്ടിയൊക്കെ കയറ്റിയിട്ട് നമ്മളിത് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതൊക്കെ ചേച്ചിയുടെ കളക്ഷൻസാണ് ചെടിയുടെ. ആൾക്ക് വീഡിയോയിൽ വരാൻ അത്ര കംഫർട്ടബിൾ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത്. പക്ഷേ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ് കേട്ടോ, ഒരു നാത്തൂനെന്നൊന്നുമല്ല. ഞങ്ങൾ തമ്മിലൊരു പ്രത്യേക വൈബുള്ള ബന്ധമാണ്. ഞാനപ്പോൾ അവരുടെ ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ കപ്പ ഉണങ്ങാൻ വെച്ചിരിക്കുന്നു, അതും കിട്ടി. അങ്ങനെ അവിടെ എല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ഇത് പരിപ്പുവടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അതൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പായിപ്പാട്ട് എത്തുകയാണ്. പായിപ്പാട്ട് പോയി കുഞ്ഞിനെ അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് വേണം നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. കുഞ്ഞിനെയും കൊണ്ട് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ഞങ്ങൾ പായിപ്പാട്ടോട്ട് ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ആയി പോയിട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടേക്ക് വന്ന ആ ഒരു രംഗമൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. അതൊക്കെ പോട്ടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇത് ചേച്ചിയുടെ മൂത്തയാളാണ്, ആൻഡ്രിയ എന്നാണ് പേര്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനെ. അപ്പം ഇത് ഇളയാളാണ് ആക്സ്. അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലാണ് ഷോപ്പിങ്ങിനായിട്ട് പോയത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനെ ഹോൾസെയിലിൽ കിട്ടുന്ന കടകളുണ്ട്. അവിടെ പെട്ടി വാങ്ങിക്കാനാണ് ആദ്യം നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ കുറേ ബാഗും പെട്ടികളും ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളപ്പോൾ അതൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാനായിരുന്നു. പക്ഷേ ഈ കടയിൽ നമുക്ക് വേണ്ടതുണ്ടായിരുന്നില്ല. നമ്മൾ വേറൊരു കടയിലോട്ട് പോയി. അങ്ങനെ അടുത്ത കടയിൽ കയറിയപ്പോൾ എൻ്റെ കണ്ണിൽ ഉടക്കിയതാണ് ഈ പെട്ടി. ഇതിന് നല്ല റേറ്റ് ആയിരുന്നു, പക്ഷേ എനിക്കത് കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നിയേ. അങ്ങനെ ഫൈനലി നമ്മൾ ഈ പെട്ടിയാണ് ഫിക്സ് ചെയ്തത്. ഇത് അത്യാവശ്യം നമ്മുടെ ഒരു റേഞ്ചിലൊക്കെ വന്ന പെട്ടിയായിരുന്നു കേട്ടോ. നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, 4 വീലായിരുന്നു. അങ്ങനെ നമ്മളത് എടുക്കാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ കടയിൽ വന്നതാണ് ബാഗ് വാങ്ങിക്കാൻ. ഇവിടെ പ്രറ്റിയുണ്ട്, ഇത് വീഡിയോ യൂട്യൂബിൽ വരുന്നു. ഈ പിള്ളേരുടെ ഭാഗമൊന്നും ഞാൻ കട്ട് ചെയ്യാതെ ഇടുകയാണ് കേട്ടോ, നിങ്ങൾക്ക് കേട്ടോളൂ. ചാനൽ ഇതാണ് പ്രതി, ഇതാണ് ഞാൻ, എൻ്റെ പേര് ആൻഡ്രിയ. ഹലോ ഗൈസ്, ഹലോ ഗൈസ്, ഹലോ ഗൈസ്, ഇതെൻ്റെ അനിയൻ. ഞങ്ങളിപ്പം ബാഗൊക്കെ വാങ്ങിക്കാൻ വന്നതാണ്. ഞങ്ങൾ ഖത്തറിൽ പോവാണ്. അവരിപ്പോൾ ചേട്ടൻ്റെ അടുത്ത് നിൽക്കാൻ പോവാണ്. വെക്കേഷന് 1 മാസത്തേക്കേ ഉള്ളൂ കേട്ടോ. അതാണ് ഷോപ്പിങ്ങൊക്കെ നമ്മൾ നടത്തുന്നത്. പിന്നെ നമ്മളത് ചെരുപ്പൊക്കെ നോക്കാൻ വേണ്ടി പോയി. ചെരുപ്പൊക്കെ വാങ്ങാനുള്ളൊരു തീരുമാനത്തിൽ ഇങ്ങനെ നോക്കുമായിരുന്നു. അവിടെ നിന്ന് ചെരുപ്പ് കിട്ടിയില്ല, നമ്മൾ വേറെ കടയിൽ നിന്നാണ് ചെരുപ്പ് വാങ്ങിയത്. നെക്സ്റ്റ് നമ്മൾ മാക്സിലേക്കാണ് പോയത്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. മാക്സിൽ കയറി.
മാക്സിലെത്തിയപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സസൊക്കെ പിള്ളേരുടെ കിടക്കുകയാണെ. എനിക്ക് കണ്ടിട്ടങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഭയങ്കര വിലയാണ് കേട്ടോ, തൊടാൻ പറ്റില്ല. ചെറിയൊരു ഡ്രസ്സിന് പോലും 900 അത്രയൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഭയങ്കര വിലയാണ്. പക്ഷെ നമ്മൾ അവിടുന്ന് 2-3 ഡ്രസ്സേ വാങ്ങിയുള്ളൂ. നമുക്ക് അഫോർഡബിളായിട്ട് തോന്നിയിരുന്നില്ല കേട്ടോ. ഈ ചുമന്ന ഉടുപ്പ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഞാനതിൻ്റെ വില നോക്കിയപ്പോൾ 1000 സംതിങ് ആയിരുന്നേ. അപ്പോൾ ഞാനിങ്ങനെ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്പം പിള്ളേർ പോയിട്ട് ഓരോരോ ഡ്രസ്സ് ഇങ്ങനെ നോക്കുകയാണ് വേറെ. ഈ 149ൻ്റെ ഡ്രസ്സസൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു കേട്ടോ. വീട്ടിലിടുന്നതാണ്. പക്ഷെ ഞങ്ങളാരും വീട്ടിലിടാറില്ല. അത് ഞങ്ങൾ പുറത്തൊക്കെ കൊണ്ടുപോയി ഉപയോഗിക്കുന്ന ടൈപ്പാണ്. അടിപൊളിയായിരുന്നു കേട്ടോ അതൊക്കെ. പിന്നെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് പിള്ളേരെ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടി. അത് നോക്കി പിന്നെ അത് കുഞ്ഞു പിള്ളേരുടെ ഹെയർ ബാൻഡ്സ് അതൊക്കെ നല്ല ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ. പിന്നെ ബാഗും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര വിലയാണ് കേട്ടോ എല്ലാത്തിനും. നമുക്കൊന്നും സാധാരണക്കാർക്കൊന്നും പറ്റുന്നൊരു റേറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കും. നമ്മൾ അത്രയും വില കൊടുത്താലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കും. പിന്നെ പിള്ളേരുടെ ഈ നല്ല ഇതും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര റേറ്റ് തോന്നി. എനിക്കതിനകത്ത് ഇടയിലൊരു മാലയൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് തോന്നി കുഞ്ഞുങ്ങളിടുമ്പം. പക്ഷേ നല്ല റേറ്റ് ഉണ്ടായിരുന്നു എല്ലാത്തിനും. പിന്നെ ഈ കമ്മൽ, എനിക്ക് എവിടെ പോയാലും കമ്മൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഞാൻ കമ്മലൊക്കെ നോക്കി. കമ്മലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിൻ്റെ ഒരു ഗോൾഡൻ ഷെയ്ഡ് അടിപൊളിയായിരുന്നു അത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും തിരിച്ച് ട്രെൻഡ്സിൽ വന്നു. ചേച്ചിക്ക് കുറച്ച് ഡ്രസ്സസൊക്കെ നോക്കണമായിരുന്നു ട്രെൻഡ്സിൽ. അങ്ങനെ ട്രെൻഡ്സിൽ വന്നു. പക്ഷേ ട്രെൻഡ്സിൽ വളരെയധികം കുറവായിരുന്നു കേട്ടോ കളക്ഷൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാലും നമ്മൾ അത്യാവശ്യം ജീൻസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു അവിടുന്ന്. പിന്നെ ബാഗൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ നോക്കി. പിന്നെ ഉടുപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇത്തിരി അഫോർഡബിളും ആയിരുന്നു. അതെനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടങ്ങ് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. എല്ലാവരും വിശന്ന് പോയായിരുന്നു. മന്തിയാണ് വാങ്ങിയത്. അപ്പം മന്തി കഴിക്കാനായിട്ട് ഞങ്ങൾ തുടങ്ങി. കഴിച്ചിട്ട് വീണ്ടും ഷോപ്പിംഗ് ആയിരുന്നു. വീണ്ടും നമ്മൾ പോയത് ചുരിദാർ മെറ്റീരിയൽ നോക്കാനാണ്. മെറ്റീരിയലിന് വേണ്ടി നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നേരെ തിരുവല്ല മഹാലക്ഷ്മിയിലേക്ക് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ കോലമൊക്കെ കണ്ടോ. രാവിലെ ഞാൻ എങ്ങനെ വന്നാണെന്ന് നോക്കി. അപ്പോഴത്തേക്ക് ഒരു 5 മണി 6 മണിയായി. നമ്മുടെ ക്ഷീണമായി. പിന്നെ വീട്ടിൽ വന്നൊരു ചായ കുടിച്ചപ്പോഴാണ് സമാധാനമായത്. എൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോഴാണ് എനിക്ക് പകുതി ആശ്വാസം വന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. അന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ കുഞ്ഞിനെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അവളെ കണ്ട ഒരു ഉമ്മയൊക്കെ കൊടുത്തപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എനിക്ക് അതുവരെ കാണാൻ ഭയങ്കര വിഷമമായിരുന്നു. അവൾ ജനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ നമ്മൾ ഇത്രയും ദിവസം അവളെ കാണാതെ ഞാൻ അത്ര സമയമൊന്നും ഇരുന്നിട്ടില്ല. അപ്പോൾ അത് അവൾക്ക് കുറേ ഉമ്മയൊക്കെ കൊടുത്ത് അപ്പോൾ അവളെന്തൊക്കെ ഇങ്ങനെ വർത്തമാനം പറയണം. അവൾ ഓക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ അത്ര ഓക്കെ ആയിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് പത്തനംതിട്ടയിൽ വന്നപ്പോൾ അവിടെ മഴ. അത് ഞങ്ങളും ഫുഡ് കഴിച്ചിട്ടാണ് തിരിച്ചു പോയത്. കാരണം പറ്റുന്നുണ്ടായിരുന്നില്ല. ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ ചെന്നിട്ട്. ഞങ്ങൾ കപ്പ ബിരിയാണി കഴിച്ചു. പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം കൂടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ അപ്പോഴത്തേക്ക് തളർന്നു പോയിരുന്നു കേട്ടോ. ഫൈനലി ഞങ്ങൾ വീട്ടിൽ വന്നു. വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നാണ് ഒരു സമാധാനം ആയത്. പിന്നെ ഞാൻ വേഗം കുഞ്ഞിനെ കുളിപ്പിച്ചു. ഞാൻ കുളിച്ചു. എന്നിട്ട് കുറച്ച് സമയം ഇന്ന് കുഞ്ഞിൻ്റെ കൂടെ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയില്ലല്ലോ. അപ്പോൾ അവളിങ്ങനെ എന്നെ നോക്കുകയാണ്. ഞാൻ അവളെന്നെ ചിരിച്ച് കാണിക്കുകയാണ്. ഞാൻ അവളോടിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവളെ ഓമനിച്ചൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ. രാവിലെ എനിക്കിതേ വോയിസ് ഓവർ കൊടുക്കാൻ പോലും വയ്യ. അതുപോലെ ക്ഷീണമായിരുന്നു. കാരണം നമ്മൾ ഒരേ കടയിലൊക്കെ കയറി ഇങ്ങനെ പോലെ. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും ഉള്ളപ്പോൾ നല്ലൊരു വൈബല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കൂടെയുള്ളൊരു ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സബ്സ്ക്രൈബ്